ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. മഹത്തായ ഒരു ആഴ്ചയും കർത്താവിൻ്റെ പുനരുദ്ധാന പെരുന്നാളും നമ്മളെ പിന്നിട്ടിരിക്കുകയാണ്. ലോകരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്തവനായ കർത്താവ് ക്രൂശുമരണ മുഖാന്തരം പർദീസയുടെ വാതിൽ, ദൈവസന്നിധിയിലേക്കുള്ള വാതിൽ മനുഷ്യന് വേണ്ടി തുറന്നു കൊടുത്തതിൻ്റെ അനുസ്മരണവും അതിനോട് നമ്മൾ താതാത്മ്യം പ്രാപിച്ച ചിന്തകളും പ്രാർത്ഥനകളൊക്കെ ആയിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത്. സത്യത്തെ ആർക്കും ഒരു നാളും ആത്യന്തികമായി കുഴിച്ചു മൂടുവാൻ സാധ്യമല്ല. അത് പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുമെന്ന സത്യം കർത്താവിൻ്റെ പുനരുദ്ധാനം നമ്മെ വിളിച്ചറിയിക്കുകയാണ്. ആ ദൈവകരങ്ങൾ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങി വരാം. ശമൂവേലിൻ്റെ പുസ്തകം 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ 1-2 അധ്യായങ്ങൾ നമ്മൾ ചിന്തിച്ചിരുന്നു. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. 3-ാം അധ്യായത്തിൽ ശമൂവേൽ ബാലനെ ദൈവം വിളിക്കുന്ന വിളിയാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. എൽക്കാന ഹന്ന ദമ്പതികളുടെ മകനായി പ്രാർത്ഥനയുടെ ഫലമായി ലഭിച്ച ഈ മകനെ ദൈവസന്നിധിയിൽ ഹന്ന കൊണ്ടുവന്ന് സമർപ്പിക്കുകയും ഏലി പുരോഹിതൻ്റെ ആ ശിക്ഷണത്തിൽ അവൻ വളരുകയും ചെയ്യുകയാണ്. ഏലി പുരോഹിതന് പ്രായമായി, കണ്ണ് കാണാതെയായി. ആ സമയത്ത് ഈ ശമൂവേൽ ബാലൻ ഏലി പുരോഹിതനെ സഹായിക്കുകയും അവനോട് ചേർന്ന് നിന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. നമ്മൾ വായിക്കുന്നത് ശമൂവേൽ ബാലൻ സമാഗമന ആ കൂടാരത്തിനകത്ത് അല്ലെങ്കിൽ ആ യാഗപീഠത്തിനടുത്ത് അവൻ യഹോവയുടെ പേടകത്തിന് സമീപത്ത് കിടന്ന് ഉറങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ വലിയ സാമീപ്യത്തിൽ അവനായിരിക്കുന്നു എന്നുള്ളതാണ് പേടകത്തിനടുത്ത് കിടക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോഴാണ് കർത്താവ് അവനെ വിളിക്കുന്നത്. ആദ്യം വിളിച്ചപ്പോൾ അവൻ വിചാരിച്ചു ഏലി പുരോഹിതനെ വിളിച്ചതാണ്. കണ്ണ് കാണാതെ പ്രായാധിക്യത്തിലായിരിക്കുന്ന ആ പുരോഹിതൻ തൊട്ടപ്പുറത്തെ മുറി കിടക്കുന്നു, അദ്ദേഹം വിളിച്ചതായിരിക്കുമെന്ന് പറഞ്ഞ് ശമൂവേൽ ബാലൻ അവിടെ ഓടിയെത്തുന്നു. അപ്പോൾ ഏലി പുരോഹിതൻ പറഞ്ഞു, ഞാൻ വിളിച്ചിട്ടില്ല. അവൻ പോയി കിടന്നു. രണ്ടാമത് വീണ്ടും ദൈവം അവനെ വിളിക്കുന്നു. അവനത് മനസ്സിലാകുന്ന വീണ്ടും ഏലിയുടെ അടുത്ത് ചെല്ലുന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ വിളിച്ചിട്ടില്ല. മൂന്നാമതും ചെന്നപ്പോൾ ഏലി പുരോഹിതൻ പറഞ്ഞു, അദ്ദേഹത്തിന് മനസ്സിലായി ദൈവമാണ് അവനെ വിളിക്കുന്നതെന്ന്. അതുകൊണ്ട് ഏലി പുരോഹിതൻ ഒരു വലിയ വിശ്വാസിയാണ്. പൗരോഹിത്യത്തിനടുത്തതായ ഒരു പ്രവർത്തനത്തിൽ യാതൊരു വീഴ്ചയും വരുത്താത്ത ഒരു മനുഷ്യൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായി. പേടകത്തിൻ്റെ അടുത്ത് കിടക്കുന്ന ഈ ബാലനെ ദൈവം വിളിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഇനിയും വിളിക്കുകയാണെങ്കിൽ ദൈവമേ, കർത്താവെ അരുളി ചെയ്യണമേ എന്ന് നീ മറുപടി പറയണം. അത് കേട്ട് അവനവിടെ പോയിട്ട് കിടക്കുകയാണ്. അപ്പോഴാണ് മൂന്നാമത് കർത്താവിൻ്റെ വിളി അവന് അത് ലഭിക്കുന്നത്. അടിയനിത അരുളി ചെയ്യണമേ. യേശയ്യാ പ്രവചനം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യേശയ്യാ പ്രവാചകനും ദൈവിക ദർശനമുണ്ടാകുമ്പോൾ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള ഒരു മനുഷ്യനെന്ന് പറഞ്ഞപ്പോൾ സറാഫുകളിൽ ഒരുവൻ അഗ്നി കൊണ്ട് അവൻ്റെ നാവിനെ സ്പർശിക്കുകയും അതിനുശേഷം യേശയ്യാ പറയുന്നു, അടിയനെ അയക്കണമേ എന്ന് പറയുകയാണ്. ഇതാണ് ദൈവഹിതത്തിനുള്ള പൂർണ്ണമായ സമർപ്പണം എന്ന് പറയുന്നത്. ദൈവഹിതപ്രകാരം പ്രവർത്തിക്കാനുള്ള പൂർണ്ണമായ സമർപ്പണമാണ് യഥാർത്ഥത്തിൽ സുവിശേഷം എന്ന് പറയുന്നത്. ദൈവവിളി ഏത് സാഹചര്യത്തിലുമാകാം. ഇവിടെ ഈ ബാലനെ ഞാൻ ഇന്ന സമയത്ത് വിളിക്കുമെന്ന് പറഞ്ഞിട്ടല്ല യഹോവയായ ദൈവം അവനെ വിളിക്കുന്നത്. അവൻ്റെ ജീവിതത്തിൻ്റെ ഉറക്കത്തിൻ്റെ സമയത്താണ് ദൈവം അവനെ വിളിക്കുന്നത്. ദൈവവിളിക്ക് പ്രായവും ഒരു ബാധകമല്ല. വളരെ ഒരു കൊച്ചു ബാലനായി 8-10 വയസ്സ് മാത്രം പ്രായമുള്ള ബാലനായി ഏലി പുരോഹിതൻ്റെ അടുത്ത് അവൻ അവിടെ കിടന്നുറങ്ങുകയാണ്. കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുന്നതും വളരെ യാദർച്ഛികമായിട്ടാണ്. അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അപ്പനോടൊപ്പം വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ചുങ്കസ്ഥലത്തിരിക്കുമ്പോൾ, അങ്ങനെ വിവിധ ജോലികളിലൊക്കെ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവവിളി ഉണ്ടാകുക. അല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴല്ല. അങ്ങനെയുള്ളപ്പോഴും ദൈവവിളി ഉണ്ടാകാം എന്ന് മാത്രമേ ഉള്ളൂ.
കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ പറ്റി പറയുമ്പോൾ കർത്താവ് പറയുന്നു, അത് എപ്പോൾ സംഭവിക്കും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അന്ന് രണ്ടുപേർ വയലിലായിരിക്കും, പണിയെടുത്തുകൊണ്ടിരിക്കും, ഒരാളെ സ്വീകരിക്കും, മറ്റേയാളെ തള്ളപ്പെടും. രണ്ടുപേരൊരു ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാളെ സ്വീകരിക്കും, മറ്റേയാളെ തള്ളപ്പെടും. രണ്ടുപേരൊരു കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ തള്ളപ്പെടും. അപ്പോൾ ജീവിതത്തിൻ്റെ ഇവിടെ എടുക്കപ്പെടുന്നത് ഒരുക്കമുള്ളവരെയാണ്, അതില്ലാത്തവർ അവിടെ തള്ളപ്പെടുകയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ദൈവത്തിന് നമ്മെ വിളിക്കാം. അതുകൊണ്ട് ഇന്ന സാഹചര്യമെന്ന് പ്രത്യേകിച്ചില്ല. ഈ ബാലൻ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ദൈവം അവനെ വിളിക്കുന്നത്. അവൻ ബാലനായിരിക്കുമ്പോൾ തന്നെയാണ് ദൈവത്തിൻ്റെ വിളി കേൾക്കുവാനുള്ള ഭാഗ്യം അവനിവിടെ ലഭ്യമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ വിളിച്ചാലും ദൈവമേ അരുളിച്ചേണമേ എന്ന് പറയാനുള്ള ആ വലിയ സമർപ്പണമാണ് ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവവിളി എപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലുണ്ടായാലും ദൈവമേ അടിയനെ അയക്കണമേ, അരുളിച്ചേണമേ എന്ന് പറയാനുള്ള ഒരു വലിയ സമർപ്പണ ബോധം നമുക്ക് ഉണ്ടാവേണ്ടതാണ്. ഇവിടെ യഹോവയായ ദൈവം ഈ ബാലനോട് പറയുന്ന ഏലി പുരോഹിതനെ ന്യായം വിധിക്കുന്ന കാര്യമാണ്. ഇവിടെ ഏലി പുരോഹിതൻ്റെ കുടുംബത്തെ ന്യായം വിധിക്കുന്ന കാര്യമാണ് ദൈവം ഇവിടെ അരുളി ചെയ്യുന്നത്. പക്ഷേ ഈ സാമുവേൽ ബാലൻ എന്ന് പറയുമ്പോൾ വൃദ്ധനും ജ്ഞാനിയും അറിവുള്ളവനുമായ ഏലി പുരോഹിതന് വേണമെങ്കിൽ ആ കൊച്ചു ബാലൻ എന്തോ സ്വപ്നം കണ്ടതാണെന്ന് ഇവർ തള്ളിക്കളയാമായിരുന്നു. പക്ഷെ ദൈവം അരുളി ചെയ്തതുകൊണ്ട് അദ്ദേഹം അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാണ്. ബാലനിലൂടെയും ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് പറയാനുള്ളത് അവനിലൂടെയും ദൈവം പറയുമെന്ന് പുരോഹിതന് ബോധ്യമുള്ളതുകൊണ്ട് അദ്ദേഹം അത് പൂർണ്ണമായി ഇവിടെ വിശ്വസിക്കുകയാണ്. അതിൻ്റെ 14-ാം വാക്യം നമ്മൾ വായിക്കുന്നു, യഹോവയായ ദൈവം പറഞ്ഞു, ഏലി പുരോഹിതൻ്റെ കുടുംബത്തിൻ്റെ പാപത്തിന് ബലികളും കാഴ്ചകളും ഒരു പരിഹാരമാവുകയില്ല. അതെന്തുകൊണ്ടാണ്? ബാക്കി എല്ലാവരുടെയും പാപപരിഹാരത്തിന് വേണ്ടിയാണ് അവിടെ യാഗം അർപ്പിക്കുന്നത്. എന്നാൽ ഏലി പുരോഹിതൻ്റെ കുടുംബത്തിന് മാത്രം ആ ബലി കൊണ്ടോ യാഗം കൊണ്ടോ അവിടെ ഫലമുണ്ടാവുകയില്ല എന്ന് യഹോവ പറയാനുള്ള കാരണം എന്താണ്? സാധാരണ ജനങ്ങളുടെ പാപങ്ങളൊക്കെ അതുകൊണ്ടാണ് ഈ യാഗങ്ങളാലും കാഴ്ചകളാലുമാണ് അവിടെ പാപങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നത്. കാരണം ഏലി പുരോഹിതൻ്റെ മക്കൾ അവർ ആരാന്ന് ചോദിച്ചാൽ അവർ പുരോഹിത കുടുംബത്തിൽപ്പെട്ടവരാണ്. അവരാണ് ദൈവസന്നിധിയിൽ ദൈവത്തിന് ഹിതമല്ലാത്ത ചെയ്തതിന് മുമ്പ് അധ്യായത്തിൽ നമ്മൾ വായിച്ചതാണല്ലോ. യാഗമർപ്പിക്കുമ്പോൾ അത് വേകുന്നതിന് മുൻപ് അഥവാ സമർപ്പിക്കുന്നതിന് മുമ്പ്, ദഹിക്കപ്പെടുന്നതിന് മുൻപ് അവർ അത് അവരുടെ ഇഷ്ടാനുസരണം എടുത്ത് ഭക്ഷിക്കുകയും അത് മറ്റുള്ള കൊടുക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അപ്പം അത് ഒരു പുരോഹിതൻ ചെയ്യുന്നത് അവൻ്റെ അറിവിൻ്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ടാണ്. അറിവില്ലാത്തവൻ ചെയ്താൽ ദൈവം അവനോട് ക്ഷമിക്കും. സാധാരണ ജനം അറിവില്ലായ്മയിൽ നിന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ പൗരോഹിത്യത്തിലുള്ളവർ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ നമ്മളെല്ലാവരും ക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ടവരാണ്. എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിന് നമ്മൾ പങ്കുവഹിച്ചവരാണ്. നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്ന നമ്മുടെ അറിവിൻ്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ടാണ്. ഏതെന്ന പർദീസായാലും മനുഷ്യൻ തെറ്റ് ചെയ്തത് അറിവിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ്. ദൈവം അവന് രണ്ടിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. അത് ദൈവം കൊടുത്ത സ്വരൂപവും സാദൃശ്യത്തിലുണ്ടത് ആ പൂർണ്ണമായ സ്വാതന്ത്ര്യം. ആ വൃക്ഷഫലം പറിക്കാനും പറിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം അവനുണ്ട്. അവൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ദുർവിനിയോഗം അവനവിടെ നടത്തിയെന്നുള്ളതാണല്ലോ ഏദനിലെ പാപവും. നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ ദുർവിനിയോഗമായിട്ടാണ് നമ്മൾ പലപ്പോഴും പാപം ചെയ്യുന്നത്. പ്രത്യേകിച്ച് പൗരോഹിത്യ വർണ്ണത്തിലുള്ള ആളുകൾ അവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണിത്. അതുകൊണ്ട് ബലികളും കാഴ്ചകളൊന്നും അവരുടെ പാപപരിഹാരത്തിന് ഒരിക്കലും മാർഗമല്ല എന്ന് യഹോവയായ ദൈവം ഇവിടെ പറയുകയാണ്. അവരെ ഞാൻ ശിക്ഷിച്ചിരിക്കും എന്ന് അവിടെ പറയുന്നതായി നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആ ഏലി പുരോഹിതൻ്റെ ആ മറുപടി അതിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവിൻ്റെ ഹിതം പോലെ അത് ഭവിക്കട്ടെ. ദൈവഹിതമാണ്, അതാണെങ്കിൽ അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് ആ പുരോഹിതനിവിടെ സമർപ്പിക്കും. ഇത് തന്നെയാണ് നമ്മുടെ കർത്താവും ഗതസമനായി സമർപ്പിച്ചത്. ആഗ്രഹിച്ചു, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമെന്നിൽ പൂർണ്ണമാവട്ടെ. പരിശുദ്ധ അമ്മയും മാലാഖയുടെ അറിയിപ്പുണ്ടായപ്പോൾ ആദ്യം സംശയിച്ചു, പുരുഷനെ അറിയാതെ എങ്ങനെ ഇതൊക്കെ സംഭവിക്കും, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് മാലാഖ പറഞ്ഞപ്പോൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ സമർപ്പിക്കുകയാണ്. നമുക്കും ദൈവഹിതത്തിന് പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് വിശ്വാസികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത്. നമ്മളിവിടെ കാണുന്നു, അവിടുത്തെ ഹിതം പോലെ
എനിക്ക് ഭവിക്കട്ടെ എന്നുള്ളതാണ്. കർത്താവ് അതിൻ്റെ 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് കർത്താവ് ശമൂവേലിൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നാണ്. കർത്താവ് ശമൂവേലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിച്ചപ്പോൾ കണ്ടു ജോസഫിനെ. പഴയ നിയമത്തിലെ ജോസഫ് പിതാവിനോടൊപ്പം പാപം ചെയ്യാതെ പൊത്തിഫാറിൻ്റെ ഭവനത്തിൽ വെച്ച് പാപത്തെ വിട്ട് ഓടിവൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ജോസഫ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു എന്നതിൽ അവൻ്റെ തൊട്ടടുത്ത വാക്യം ദൈവം ജോസഫിനോടുകൂടി ഇരുന്നുവെന്നാണ്. കാരാഗ്രഹത്തിൻ്റെ അന്ധകാരവും കാരാഗ്രഹത്തിൻ്റെ ദണ്ഡനവും കാരാഗ്രഹത്തിൻ്റെ പട്ടിണിയൊക്കെ ജോസഫ് അവിടെ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം ദൈവം അവൻ്റെ കൂടെ ഇരിക്കുകയാണ്. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധന്യത, ഭാഗ്യമെന്ന് പറയാം. അവിടെ നിന്നാണ് സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവ് ജോസഫിന് പിന്നീട് ലഭിക്കുന്നതും അവൻ ഫറവോൻ്റെ സന്നിധിയിൽ പ്രധാനമന്ത്രിയായി ഉയർത്തപ്പെടുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണല്ലോ. ഇവിടെ ശമൂവേലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാഗ്യം ദൈവ ശമൂവേലിനോടുകൂടി ഇരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മോടൊപ്പം ദൈവമായിരിക്കുന്ന അനുഭവമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധന്യത. നമ്മുടെ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും എല്ലാവിധമായ ചിന്തകളുടെയും ആത്യന്തികമായ ലക്ഷ്യമതായിരിക്കണം. ദൈവം നമ്മളോടൊപ്പം ആയിരിക്കണമെങ്കിൽ അതിനുള്ള വിശുദ്ധി നമുക്കുണ്ടാകും. ആ വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്കത് അനുഭവിക്കാൻ പറ്റുള്ളൂ. ശമൂവേൽ ബാലൻ അവൻ്റെ വിശുദ്ധിയുടെ പൂർണ്ണതയിൽ ഒരു ബാലനായിരിക്കുമ്പോൾ തന്നെ ആയതുകൊണ്ട് ദൈവം അവനോടൊപ്പം ആയിരിക്കുന്ന അനുഭവം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 10 വയസ്സുള്ളപ്പോൾ മുതൽ അവൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനും 20 വയസ്സായപ്പോഴത്തേക്കും അവനൊരു പ്രവാചകനെ പോലെ ദൈവഗീതം അറിയിക്കാനും സാധിക്കുന്ന ഒരു വലിയ ശ്രേഷ്ഠത ശമൂവേൽ ബാലൻ്റെ ജീവിതത്തിലുണ്ടായി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് സമർപ്പിക്കാം. ഇപ്പം പറഞ്ഞതുപോലെ ദൈവ വിളിക്ക് പ്രായം ഒരു ഘടകമല്ല. ശമൂവേൽ ബാലനെ വിളിച്ചു, ശിഷ്യന്മാരെ വിളിച്ചു, പൗലോസ് അപ്പോസ്തലനൊക്കെ പ്രായമായതിനു ശേഷം ദൈവം വിളിച്ചു. എപ്പോൾ ദൈവം വിളിച്ചാലും ദൈവമേ അടിയനിത് അരുളി ചെയ്യണമേ, അടിയനെ അയക്കണമേ എന്ന് പറയാനുള്ള പൂർണ്ണമായ സമർപ്പണത്തോടെ ജീവിക്കാൻ നമുക്കിടയാകണം. ഈ വേദഭാവമൊക്കെ വായിക്കുമ്പോൾ ശമൂവേലിൻ്റെയും ഏലി പുരോഹിതൻ്റെയും ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തി അപ്രകാരം സമർപ്പിതമായ ഒരു ജീവിതം നയിപ്പാൻ നമുക്ക് ശ്രമിക്കാം. ദൈവമേ പരിശുദ്ധാത്മാവെ അതിനെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിന് സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.